അച്ചുവോ ഈ എന്താണ്ടി ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചിയെ, നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു വാലും തലയും കിട്ടണില്ലെങ്കിൽ. ഞാനും ഇപ്പൊ തന്നെ ആലോചിച്ചത്. രണ്ടാളും നല്ലൊരു വർത്താനം പറയുന്നത് ഞാനും ഇതുവരെ ആയിട്ട് കേട്ടിട്ടില്ല. അതിന് രണ്ടാളും നേർക്കുനേരെ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ? ഒന്ന് പതുക്കെ പറഞ്ഞോ, മാമൻ കേട്ട അമ്മ ഇവിടെ രണ്ടാളെയും കൊല്ലും. ഒരു കണക്കിന് അച്ഛൻ പറയുന്നത് ശരിയാ, എന്തോ ഒരു കുഴപ്പമുണ്ടോ മാമന്. എനിക്ക് തോന്നായൊന്നും ഇല്ലട്ടോ. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. കുൽത്തുത്താത്താന്ന് പറഞ്ഞാൽ എന്താപ്പാ ഞാൻ പറയാ, ഇത്രയും സ്നേഹവും വാത്സല്യമുള്ള ഒരാളെ ഈ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് മൂപ്പത്തിന്റെ ഭർത്താവ് ഒരു ആചാരാണ്, ഒരു അയ്യോഭാവ മനസ്സനാണ്. മൂപ്പരെ കൊണ്ട് ഒരു കുഴപ്പം ഇങ്ങക്ക് അവിടെ ഉണ്ടാവൂല. ആചാര് നല്ല ആള്, താത്താവ് നല്ല ആള്, ആനാ വേറെ ആരും അങ്കില്ലേ. എന്താപ്പ ഈ പെൺകുട്ടി പറഞ്ഞതിന്റെ പഠിച്ചോനെ, എനിക്കൊന്നും തിരിയണില്ലല്ലോ. മലയാളത്തിൽ പറ, മലയാളം. മലയാളം? ആ അത് തന്നെ മലയാളം പറയ്. മലയാളം തെരിയത്. ഇതിപ്പോ ഒരു നടക്കി പോണ ലക്ഷണല്ലോ എന്റെ പഠിച്ചോനെ. നടക്ക്. അല്ലാ വയ്യാണ്ടായല്ല. ഒരു പെൺകുട്ടിനെയും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയാ കോയനെയും കാണാനില്ലല്ലോ. കുൽസുത്താത്ത ഇതാണ് വീട്. താത്തപ്പ വരൂ. ആ കോയോ, ഇതാണല്ലേ പറഞ്ഞ ആള്. ഇവിടെ പേരെന്താ? ഇതാണ് ആള്, പേര് മല്ലി. അമ്മ റബ്ബേ, എന്താണ് കോയത്? ഇവിടെ ഇവിടുത്തെ പണിക്ക് കൂട്ടി കൊണ്ടുവന്നതാ അല്ല എന്റെ പണി തീർക്കാൻ കൊണ്ടുവന്നതാ? എന്ത് ചേട്ടാ ഇത്? അയ്യോ താത്തേ, ദോരം നട്ടൊരു ആചാരാണ്. എന്ത് കാല് വാരില്ല? കാല് വാരിയതല്ല, കാല് തൊട്ട് വന്നിച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറാൻ പോയതാ. പടച്ചോനെ, എന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. കാല് പിടുത്തൊന്നും വേണ്ട, ഈ അങ്ങോട്ട് കേറിക്കോ. അണക്കുള്ള മുറി ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാണിച്ചു തരാം. അല്ല കോയെ, ഇതിപ്പം വിശ്വസിക്കാൻ പറ്റണ കേസാണോ? താത്ത ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിച്ചാ മതി. അന്നെ തന്നെ വിളിക്കുള്ളൂ, ഇയാളെ കൊണ്ടു തന്നത്. എന്നാ പിന്നെ ഞാനങ്ങട്ട്. ഇനിയിപ്പൊ ഇതിന് കമ്മീഷൻ വേണ്ടി വരില്ല എനിക്ക്. അന്റെ തലതുറിച്ചല് കണ്ടപ്പോ നമുക്ക് തോന്നി. അവിടെ നിക്ക്, ഇതാ വരണ. അല്ല മോനെ, നമ്മളെ മുടി കറുപ്പിക്കണ സാമാനം ഇവിടെ ഉണ്ടോ? ഒന്ന് മതിയോ? തൽക്കാലം ഒന്നും മതി, കൊണ്ടുപോയി നോക്കട്ടെ, എന്തായി തീരുമോന്നറിയില്ല. അതാണ് എന്റെ മുറി, ബാഗൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വാ. ഈ എന്താ കരപ്പന്റെ സുഖമായിട്ടുള്ള കുട്ടികളെ കുളിപ്പിക്കാൻ വിളിച്ച മാതിരി? ഇങ്ങോട്ട് വാ, ഇതൊക്കെ ഒന്ന് തിരുമ്പിട് നോക്കട്ടെ ഞാൻ. ഈ അലാക്കിലെ പരിപാടി എങ്ങനെയാണേക്കല്ലോ? കുറച്ച് കറുത്തിട്ടാണെങ്കിലും സംഗതിയൊക്കെ നന്നു. ഏതായാലും മിണ്ടിപ്പറയാൻ ഒരാളായല്ലോ. ഇവിടുത്തെ ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ഒന്ന് പരിചയപ്പെടുന്നത് നന്നാവും. ഈ ഒരുമ്പട്ടോളം നട്ടു നിൽക്കും പോലെ നിൽക്കണ്ടല്ലോ ഇവിടെ പണ്ടാരടങ്ങാൻ. ഇത് കഴിഞ്ഞിട്ടേ ഇയാണ്ട് അകത്തേക്ക് വാട്ടാ. അല്ല പോയോ, ഭാഗ്യം.
யாரு? നമ്മളെ മനസ്സിലായ എനക്ക്? நீங்க ഇവിടുത്തെ ഹാജിയാര്? ഹല്ലോയ്, ഇത് ഏത് ഭാഷ? പെണ്ണൊക്കെ നന്നേനി, പക്ഷെങ്കില് പെങ്ങളായി പോയല്ലോ എന്ന് പറഞ്ഞതിന്റെ ശേല് കയല്ല പടച്ചോനെ. കലികാലം കേറിയ തലയിൽ ശനിയുടെ അപഹാരം, അയ്യോ വിധിയുടെ വിളയാട്ടം. കലികാലം കേറിയ തലയിൽ ശനിയുടെ അപഹാരം, ഇത് വിധിയുടെ വിളയാട്ടം. അടിയും തൊഴിയും തമ്മിത്തല്ലും തെരുവിളിയാണേലും, അടിയും തൊഴിയും തമ്മിത്തല്ലും തെരുവിളിയാണേലും. സുമയുടെ ചങ്കാണ് ഉണ്ണിയേട്ടൻ, ചങ്കാണ് ഉണ്ണിയേട്ടൻ. ഒരു കഥയല്ല പല കഥയാണിത് ജീവിതമെന്നും നെട്ടോട്ടം. എന്നും കണ്ടും കേട്ടിട്ടാവണം അയലക്കത്തും ഹരമാണ്. എന്നാ കേട്ടോ ആശ്ചര്യ വേണ്ട, ഞങ്ങളെന്നും ഒന്നാണ്. ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടൻ.